വയസ്സായ ആൾക്കാർക്ക് പെരയിലൊരു സ്ഥാനമില്ലല്ലോ. വയസ്സായ ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലട്ടോ ഈ പറഞ്ഞേ. പൊതുവെ വയസ്സായ ആൾക്കാർക്ക് പെരയിലൊരു സ്ഥാനം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ ഒന്നിങ്ങനെ വലുതായി, ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമ പോയി, ഒരാൾ നടുവിൽ ചെറിയൊരു കച്ചവടം എന്തെങ്കിലും തുടങ്ങി. അങ്ങനെ മൂന്നാളൊരു വൈക്കായാല് ഇമ്മിയും മക്കളും കൂടി ഒന്നാവും. ബാപ്പാനെ മൂലക്കിട്ടൊരു ചവിട്ടാണ്ട് ചവിട്ടും. ബാപ്പാക്ക് പിന്നെ പെരയിലൊരു പണിയില്ല. നഴ്സറി കുട്ടി ബസ്സിൽ വന്നിറങ്ങുമ്പോൾ അവിടെ ഒന്ന് കാത്തിക്കുക. രാവിലെ മീൻകാരൻ്റെ വണ്ടി വരുമ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോയിക്കുക. വൈകുന്നേരം പള്ളിക്കൊക്കെ ടോർച്ച് കൊടുത്തുങ്ങാണ്ട് മഗ്‌രിബിസ്കരിക്കാൻ പോവുക. ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളിൽ മാത്രമായി ഒതുങ്ങി. നാളെപ്പൊരാട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു വൈക്കെത്തിയപ്പോൾ ഞാൻ പണിയൊന്നും വേണ്ടാന്ന് വെച്ചു പറഞ്ഞു. എന്താ കാര്യം? പണിയുള്ളിടത്തോളം കാലം പണിയെടുക്കണം എന്നുള്ളതാണ്. പണി ഒഴിവാക്കരുത്, ജോലി ഒഴിവാക്കരുത്. ഉള്ളിടത്തോളം കാലം ജോലി ഇല്ലെങ്കിൽ പിന്നെ ചെയ്യണ്ട, അത് വേറെ കാര്യം. ഉണ്ടെങ്കിൽ ജോലി ചെയ്യണം, സ്വന്തം കാലം നിൽക്കണം. മരിച്ചിട്ട് 2 കൊല്ലം ഭരണം നടത്തിയ രാജാവാണ് മഹാനായ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. നമ്മൾ മരിക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ജീവൻ പോയ മാതിരി ആയിട്ടുണ്ട് എന്നതാണ്. അപ്പൊ ഈ കഥ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഉൾക്കരുത്ത് കിട്ടും. മുൻഗാമികളുടെ താരീഖ് പഠിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിനെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇബ്രാഹിം നബിനെ കുറിച്ച് എപ്പോഴും പറയും, അനഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മാർഗത്തിലാണെന്ന് കറക്റ്റ് അർത്ഥം. അതിനെ നമ്മളെ ഏറനാട് ഭാഷയിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ കിട്ടുന്നറിയങ്ങള്? അനബി മില്ലത്തി അബി ഇബ്രാഹിം എന്നുള്ളതിനെ കിഴക്കൻ ഏറനാടിന്റെ ഭാഷയിൽ അർത്ഥം വെച്ചാല് ഇന്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിം ആണ്, മര്യാദക്ക് ആലോചിച്ച് കഴിച്ചോണ്ടു എന്നാണ് അതിന്റെ ഏറനാടൻ ഭാഷ. ചുരുക്കുള്ള മലയാളം പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണെന്നേ ഉള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അഭിമാനം പറയാറുണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടാണ്. മിറാജിന്റെ രാത്രി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ട സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, മർഹബൻ ബി ഇബ്നി സ്വാലിഹി, സ്വാലിഹായ എൻ്റെ മകന് സ്വാഗതം. ഇബ്രാഹിം നബി നബി തങ്ങളെ മോന്ന് വിളിച്ചിട്ടുണ്ട്. മുത്തുനബി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വാപ്പാന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചരിത്രമാണ്, അതൊരു ഉൾക്കരുത്താണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും താരീഖാണ്. ഹജ്ജ് മൊത്തം അതാണല്ലോ. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രമാണ് പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറഞ്ഞത്. അപ്പൊ ചരിത്ര പഠനത്തിന്റെ ഒന്നാമത്തെ ഗുണം മനസ്സിന് ചില ഉറപ്പ് കിട്ടും എന്നുള്ളതാണ്. മനസ്സിന് ചില ഉറപ്പുകളൊക്കെ കിട്ടും. അലി ഹസ്സൻ മൗലവിയുടെ താരീഖ് ഞാൻ മുമ്പ് അന്വേഷിച്ചപ്പോൾ കേട്ട ഒരു കഥ ഉണ്ടായിരുന്നു. മഹാനവറുകൾ ആടുകളെയും അതുപോലെ കാലികളെ വളർത്താറുണ്ടായിരുന്നു. രാവിലെ കാലികളെ വിട്ടാക്കുമ്പോ കാലികളോട് പറയും, ആടുകളോടും മറ്റും പറയും, ആടുകളെ നിങ്ങൾ ആരാന്റെ പറമ്പൊക്കൊന്നും പോകരുത് കേട്ടോ, ഞാൻ എല്ലാരും കൂടി ഒന്നും നോക്കിയെത്തൂല എന്ന് ചെവിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നതാണ്. വൈകുന്നേരം എല്ലാരും കൂടി ഒന്ന് തൊഴിച്ചുങ്ങാണ്ട് വലിയൊരു വലന്റെ ഉള്ളിൽ കാക്കുമ്പോ രണ്ടാമതും പറയും, ആരാന്റെ പറമ്പൊക്കൊന്നും പോകരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി പൊയ്ക്കണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദികള്. അലി ഹസ്സൻ മൗലവിയുടെ ആടുകള് ആരാന്റെ പറമ്പക്ക് പോകാറുണ്ടായിരുന്നില്ല. ഈ കഥ കേൾക്കുമ്പോ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു കരുത്ത് കിട്ടും. ചരിത്ര പഠനം കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം മനസ്സുറപ്പിട്ടു എന്നുള്ളതാണ്. 313 ബദരീങ്ങൾ ബദറുണ്ടായതുകൊണ്ട് കഴിച്ചിലായതല്ല, 313 ബദരീങ്ങൾ ഉണ്ടായതുകൊണ്ട് ബദർ ഉണ്ടായതാണ്. ഞമ്മക്കിനെ തോന്നും ഒരു ബദർ യുദ്ധം ഉണ്ടെങ്കിൽ ഒന്ന് പോകായിരുന്നു, ബദരീങ്ങളെ മാതിരി ആകാനേന്ന് ഉണ്ടാവില്ല. നമ്മളെപ്പോലത്തെ ഒരു ഉണ്ടാവുമ്പോ ഉണ്ടാവില്ല. എന്താ കാരണം? ബദർ ഉണ്ടായതുകൊണ്ട് ബദരീങ്ങൾ വലുതായതല്ല, ബദരീങ്ങൾ വലുതായതുകൊണ്ട് ബദർ ഉണ്ടായതാണ്. അല്ലാഹു തആലാക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യമില്ല.
എന്തിനാ ഒരു 370 ആൾക്കാർ യുദ്ധം? അള്ളാഹു തആലക്ക് ദീന് സംരക്ഷിക്കാൻ വേറെന്തെല്ലാം വഴിയുണ്ട്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, നിങ്ങൾ ഭൂമിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ, ഭൂമിയിൽ നിങ്ങൾ വന്നുകൊണ്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിലെ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം പറയാമോ എന്ന് ചോദിച്ചു. എപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്ന സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതെന്തായിരുന്നു ആ സംഭവം എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ഞങ്ങള് ഒരു 3 മലക്കുകള് മനുഷ്യന്റെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ആകാശ ലോകത്ത് നിന്നും പുറപ്പെട്ടു. അങ്ങനെ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമായിരുന്നു. ഇബ്രാഹിം നബിയോട് അലൈഹി ഇസ്ലാം ഒന്ന് വിവരം പറയാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇബ്രാഹിം നബിനെ കാണാൻ വേണ്ടി വന്നു മനുഷ്യരൂപത്തിൽ. ഞങ്ങളെ കണ്ടേക്കിന് മൂപ്പര് വേഗം ഒരു മൂരിക്കുട്ടിനെ കറുത്തങ്ങാണ്ട് കുട്ടൻ ബിരിയാണി വെച്ചു. അന്ന് കുട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു കോലത്ത് പറയണ്ടേ. ഭക്ഷണം ഉണ്ടാക്കി, എന്തായാലും കുട്ടൻ ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുന്നച്ചതിൻ്റെ ശേഷം ഞങ്ങളോട് തിന്നാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ തിന്നണ സൈസൊന്നല്ല പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ മലക്കുകളാണ് പറഞ്ഞു. ഞങ്ങൾ എന്തേ പോന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ആ പണി ഒരിക്കലും ചെയ്യരുത് കേട്ടോ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചേരാറുണ്ട്. ഓല് പറഞ്ഞു, ഞങ്ങളങ്ങനെ പെണ്ണിട്ടുന്ന സൈസൊന്നും അല്ലാറുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തുതരാം, നശിപ്പിക്കരുത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് സമ്മതം ചോദിക്കാൻ വന്നതല്ല, വിവരം പറയാൻ വന്നതാണ് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രത്യേക ഓർഡർ ഉണ്ട് നശിപ്പിക്കാൻ. എന്നിട്ട് വരികയാണ്, നിങ്ങളിവിടെ ഉണ്ടാവുമ്പോ ഇവിടെ വന്നൊന്ന് വിവരം പറയാതെ പോയി നശിപ്പിച്ചാല് എന്നാലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നില്ലെന്ന് ചോദിക്കൂലേ, അതില്ലാതിരിക്കാൻ വേണ്ടി വിവരം പറയാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ പോകുകയാണ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചു പറഞ്ഞു. അപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീലെ, അത് നിങ്ങൾ എങ്ങനെ നശിപ്പിച്ചെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് ഞാൻ എൻ്റെ ചിറകിൻ്റെ തലപ്പുകൊണ്ട് ഒന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചിട്ടതാണ് എന്ന് പറഞ്ഞു. 6000 ചതുരശ്ര കിലോമീറ്ററാണ് ലൂത്ത് നബിയുടെ നാട്. 6000 ചതുരശ്ര കിലോമീറ്ററാണ് സയ്യിദുനാ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാട്. ഞാൻ എൻ്റെ ചിറകൊണ്ട് ഒന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചിട്ടാണ് എന്ന് പറഞ്ഞേ. അമ്മാതിരി 70,000 ചിറകുണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്. ആ ജാതി 5000 മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആലക്ക് ഈ ദീൻ സംരക്ഷിക്കാൻ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ബദർ ഉണ്ടായത് കൊണ്ട് ബദരീങ്ങൾ വലുതായതല്ല, ബദരീങ്ങൾ വലിയോരായിരുന്നു, അതുകൊണ്ട് ബദർ ഉണ്ടായതാണ്. താരീഖ് പഠിച്ചാലേ മനസ്സിന് ചില ഉറപ്പിന് കിട്ടും. നമുക്ക് ചരിത്ര പഠനത്തിന്റെ ഒന്നാമത്തെ ഗുണം മനസ്സുറക്കും എന്നതാണ്. തന്നെ അലിയസം മൗലവിയെ പറ്റി പഠിച്ചാലും കിട്ടും അത്. സുലൈമാൻ മൗലവിയെ പറ്റി പഠിച്ചാലും കിട്ടും അത്. എല്ലാ ഉലിയാക്കന്മാരെ പറ്റി പഠിച്ചാലും മനസ്സുറപ്പ് കിട്ടും. ചരിത്ര പഠനത്തിന്റെ രണ്ടാമത്തെ ഗുണം നീയത്തുറക്കും. ഇബാദത്തുകളുടെ നീയത്തുറക്കണമെങ്കിൽ ചരിത്രമുണ്ടായിരിക്കണം എന്നതാണ്. നമ്മളൊക്കെ നാട്ടില് വെള്ളിയാഴ്ച പോത്തിനറക്കും, ഞായറാഴ്ചയും പോത്തിനറക്കും, നീർച്ചുണ്ടായാലും അറക്കും പോത്തിനെ. വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ അറക്കാന് വെള്ളിയാഴ്ചത്തെ അറവിന് വേണ്ടത് നല്ലൊരു പാകത്തിനുള്ള ഒരു പോത്തുംകുട്ടി വേണം, പിന്നെ നല്ല മൂർച്ചുള്ള ഒരു കത്തിയും വേണം, നന്നായിട്ട് പിടിച്ചു തരാൻ പറ്റിയ ഒരു അറവേരനും വേണം, അറക്കാൻ പറ്റിയ ഒരു മൊല്ലാക്കും വേണം. 4 സാധനമാണ് വെള്ളിയാഴ്ച അറക്കാൻ വേണ്ടത്. നല്ല പാകത്തിനുള്ളൊരു പോത്തുംകുട്ടി വേണം, മൂർച്ചുള്ളൊരു കത്തി വേണം, പിടിച്ചു തരാൻ പറ്റിയൊരു അറവേരം വേണം, അറക്കാൻ പറ്റിയൊരു മൊല്ലാക്കും വേണം.
സംഗതി ഈ 4 സാധനം തന്നെയാണ് ഉളുഹിയ്യത്തിനും വേണ്ടത്. എന്നാൽ വെള്ളിയാഴ്ചയിലെ അറവും ഉളുഹിയ്യത്തിന്റെ അറവും തമ്മിൽ വേർതിരിയുന്നത് ഉളുഹിയ്യത്തിന്റെ അറവിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് എന്നതാണ്. അത് ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ മകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോയി പാറക്കല്ലിന്റെ അടുത്തെത്തിയപ്പോൾ യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ എന്ന് ചോദിച്ച താരീഖ്. കാട്ടിൽ കൊണ്ടുപോയിട്ട് പാറക്കല്ലിന്റെ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു, എന്റെ കുഞ്ഞിമോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്ന വഴിയായി എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ പൊന്നാര വാപ്പാ, നിങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നടപ്പിൽ വരുത്തണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇസ്മായിൽ അലൈഹിസ്സലാമിനും ഈ സംഭവം വർത്തമാനകാലമാണ്, നമുക്കിത് ഭൂതകാലമാണ്. നമുക്കിത് കഴിഞ്ഞു പോയതാണ്, അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിനെ അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി പാറിന്റെ അടുത്തെത്തിയപ്പോ, അന്നെ അറക്കണമെന്ന് മോനെ അള്ളാഹ് എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് തോന്നും അറുത്തിട്ടൊന്നുമില്ലല്ലോ. സംഭവം ശരിയാണ്, അറുത്തിട്ടൊന്നുമില്ലല്ലോ, അത് സ്വർഗത്തിൽ നിന്ന് ജിബിരിയിൽ ആടിനേറ്റ് വന്നിട്ടില്ലേ എന്ന് തോന്നും. നമുക്കിത് കഴിഞ്ഞു പോയ സംഭവമാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വർത്തമാനകാലമാണ്. അറക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയിട്ട് ഈ വർത്താനം പറയുമ്പോ ജിബിരിയിൽ സ്വർഗത്തിൽ നിന്ന് ആടിനേറ്റ് പോന്നിട്ടുണ്ട് എന്ന വിവരമില്ല. ജിബിരിയിൽ തന്നെയില്ല അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്കില്ല എന്ന് മാത്രമല്ല, ജിബിരിൽ അലൈഹി ഇസ്ലാമിന് പോലും ഇങ്ങനെ ആടിനേറ്റ് പോകാണ്ടല്ലോ എന്നുള്ള വിവരമില്ല എന്നതാണ്. അപ്പോഴാണ് മകൻ പറയണത്, വാപ്പ, നിങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന് പറഞ്ഞത് ആടിനേറ്റ് ഇപ്പൊ വരുന്നു കരുതിയിട്ടല്ല, ജീവൻ പോകുന്നു കരുതിയിട്ട് തന്നെ. ഇതിങ്ങോട്ട് വരുമ്പോഴാണ് ഉളുഹിയ്യത്തിന്റെ നീയത്തണ്ട് ഉറക്കുക. നീയത്തുറക്കണമെങ്കിൽ താരീഖ് വേണം. ഇബാദത്ത് ചെയ്യാണെങ്കിലും വേണം താരീഖ്. തവാഫ് കഴിഞ്ഞതിന് ശേഷം സഫാ മർവന്റെ ഇടയിൽ കൂടി എങ്ങനെ നടക്കും? സഅയ്. തവാഫ് കഴിഞ്ഞതിന് ശേഷം സഫാ മർവയുടെ ഇടയിൽ കൂടി എങ്ങനെ നടക്കും? എന്തൊരു അസ്വസ്ഥ. ബക്കറ്റ് ഇല്ലേ? ഇരിക്കല്ലേ? ബക്കറ്റ് വിരിവുണ്ട്, ബക്കറ്റേറ്റ് വരും, അതിലിട്ട് കൊടുക്കണം. ഒരു അസ്വസ്ഥതയൊക്കെ ഇപ്പം എന്താ അവിടെ അങ്ങനെ ഇടല. അതിൻ്റെ ഇടയിലൊക്കെ പെട്ടി വെച്ചിട്ടുണ്ട്, അവിടെ ഇടലാണ് എന്നാണ് പറഞ്ഞത്. നടക്കലില്ല. ആയിക്കോട്ടെ, സന്തോഷം. പൈസക്ക് എല്ലാവരും നല്ലോണം കൊടുക്കണം. يديك واستهجارك يا حبيبي عندك الظبي نافور يا نبي سلام عليكم عليكم يا حبيب سلام عليكم صلوات